നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. വരുവിൻ, നമുക്ക് അനുരഞ്ജിതരാകാം. കുമ്പസാര സ്വീകരണ സഹായി പുറത്തിറക്കി. എല്ലാ വിശ്വാസികളും നോമ്പുകാലത്തും തുടർന്ന് നിശ്ചിത ഇടവേളകളിലും അനുരഞ്ജന കൂദാശ നടത്തുകയെന്ന ലക്ഷ്യത്തോടുകൂടി കുമ്പസാര സ്വീകരണ സഹായി പുറത്തിറക്കി. അതിരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ തോമസ് ജെ നെറ്റോ മെത്രാപ്പൊലീത്ത നൽകിയ തപസ്സുകാല ഇടയലേഖനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുമ്പസാര സ്വീകരണ സഹായി പുറത്തിറക്കിയത്. മെത്രാപ്പൊലീത്ത നൽകുന്ന ആമുഖ സന്ദേശവും ശരിയായ അനുരഞ്ജന കൂദാശ സ്വീകരണത്തിന് വേണ്ട 5 കാര്യങ്ങൾ അടങ്ങിയതാണ് കുമ്പസാര സ്വീകരണ സഹായി. ഇതിൽ കുമ്പസാരത്തിനുള്ള ജപവും മനസ്താപ പ്രകരണവും ഇടവകകളിൽ നോമ്പുകാലത്ത് ചെയ്യേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങളും ചേർത്തിട്ടുണ്ട്. അതിരൂപത ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ ലോറൻസ് കുലാസാണ് കുമ്പസാര സ്വീകരണ സഹായി വിശ്വാസികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ജൂബിലി 2025 ശ്രീകാര്യം വിശുദ്ധ ക്രിസ്റ്റഫർ ദേവാലയത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. ഞായറാഴ്ചത്തെ ദിവ്യബലിയിൽ മദ്യം, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടവരെ പ്രത്യേകം സമർപ്പണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദിവ്യബലി മധ്യേ ഇടവക വികാരി റവറൻഡ് ഫാദർ പ്രമോദ് ഇടവക ജനങ്ങൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇതിനോടനുബന്ധിച്ച് സിഗ്നേച്ചർ ക്യാമ്പയിനിലും എല്ലാ ഇടവക അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് ഇടവക ജനങ്ങളെ മുഴുവൻ അണിനിരത്തി ദേവാലയത്തിൽ നിന്ന് ചാവടിമുക്ക് ജംഗ്ഷൻ ചുറ്റി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ജൂബിലി നൽകുന്ന പ്രത്യാശയുടെ അനുഭവം എല്ലാവരിലും പകർന്നുകൊണ്ട് ഇടവകയിലെ സാമൂഹ്യ ശുശ്രൂഷ നേതൃത്വം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനും കർമ്മ പരിപാടികൾക്കും തുടക്കം കുറിച്ചു. പുതുക്കുറിച്ചി ഫെറോനയിൽ BCC സമിതി പഠന ശിബിരം സംഘടിപ്പിച്ചു. ഫെറോന വൈദിക കോർഡിനേറ്റർ ഫാദർ ഷാജൻ ജോസിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിൽ കൊച്ചുതുറ ഇടവക കോർഡിനേറ്റർ ലിസി അനീഷ് സ്വാഗതമേകി. അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ ആർ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുടെ ലക്ഷ്യത്തെയും പ്രവർത്തനത്തെയും കുറിച്ച് ക്ലാസുകൾ നയിക്കുകയും അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുടെ യോഗക്രമം തുമ്പ ഇടവക റിസോഴ്സ് ടീമിന്റെ സഹായത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു. 11 ഇടവകകളിൽ നിന്നായി 240 പേർ പങ്കെടുത്ത യോഗത്തിന് ഇടവക കോർഡിനേറ്റർമാരും സിസ്റ്റർ ആനിമേറ്റർമാരും നേതൃത്വം നൽകി. ഫെറോന BCC സെക്രട്ടറി ജാക്സൺ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞതയർപ്പിച്ചു. പ്രോ ലൈഫ് ദിനാചരണം പഠന ശിബിരമൊരുക്കി വലിയതുറ ഫെറോന കുടുംബ ശുശ്രൂഷ. വലിയതുറ ഫെറോനയിൽ പ്രോ ലൈഫ് ദിനാചരണത്തിന്റെ ഭാഗമായി യുവജനങ്ങൾക്കും ഇടവകകളിലെ പ്രോ ലൈഫ് പ്രവർത്തകർക്കുമായി പഠന ക്ലാസ് നടന്നു. മാർച്ച് 23 ഞായറാഴ്ച തോപ്പ് ഫെറോന സെന്ററിൽ നടന്ന ക്ലാസിന് മുന്നോടിയായി നടന്ന പൊതുജന യോഗത്തിൽ ഫെറോന കുടുംബ ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ അജയ് അധ്യക്ഷത വഹിച്ചു. ഫെറോന പ്രോ ലൈഫ് കൺവീനർ സെലിൻ വർഗീസ് സ്വാഗതമേകി. തുടർന്ന് നടന്ന പഠന ക്ലാസ്സിന് അതിരൂപത മീഡിയ കമ്മീഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും കുടുംബ ശുശ്രൂഷ വോളണ്ടിയറുമായ സതീഷ് ജോർജ് നേതൃത്വം നൽകി. കരൾ രോഗിയുടെ ചികിത്സാ സഹായത്തിന് പൊറോട്ട ചലഞ്ച് നടത്തി ആഴാകുളം KCYM അംഗങ്ങൾ. ആഴാകുളം ക്രൈസ്റ്റ് കിങ് ഇടവകയിലെ KCYM അംഗങ്ങൾ കരൾ രോഗിയുടെ ചികിത്സാ സഹായത്തിന് പൊറോട്ട ചാലഞ്ച് നടത്തി. ഇതിലൂടെ ലഭിച്ച 40,000 രൂപ രോഗം ബാധിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാർച്ച് 23 ഞായർ ദിവ്യബലിക്ക് ശേഷം കൈമാറി. ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഇടവകാംഗങ്ങളും ഇടവകയിൽ വരുന്ന മറ്റിടവക അംഗങ്ങളും പ്രദേശവാസികളായ ഇതര മതസ്ഥരും പങ്കാളികളായി. KCYM ഇടവക പ്രസിഡന്റ് ആര്യ SS, വൈസ് പ്രസിഡന്റ് സുരാഗ്, ജനറൽ സെക്രട്ടറി സാജൻ RS, ജോയിന്റ് സെക്രട്ടറി സുബിൻ, ട്രഷറർ ലിൻസി മറിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആഴാകുളം ഇടവക വികാരി ഫാദർ യൂജൻ ബ്രിട്ടോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യുവജനങ്ങളെ അഭിനന്ദിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.